ഓ മോനെ ഏതാ വ്യൂ സീൻ. കടൽ പോലെ ഉണ്ട്, തൊട്ട് ഫ്രണ്ടിൽ വലിയ കടൽ കിടക്കുന്ന പോലെ. അത് നോക്ക്, അവിടെ നിന്ന് ആയി വരുന്നുണ്ടല്ലോ, ഏട്ടൻ കൂടി വരുന്നുണ്ട്. രാവിലെ ആ ബെഡിൽ നിന്ന് കണ്ണ് തുറന്ന് നോക്കുന്നത് ഇതാണ്. ഫോണിൽ കിട്ടുന്നില്ല ഗൈസ്, ഫോണിൽ ഇതിൻ്റെ സൗന്ദര്യം കിട്ടുന്നില്ല അല്ലേ? ഐഫോണിലും കിട്ടുന്നില്ലല്ലോ, ഐഫോണിൽ ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യം ഫോണിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് മെനയാവുന്നില്ല. കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സൗന്ദര്യം ഫോൺ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര രസം. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നിറങ്ങുന്ന ഒരു കടലും, ആ കടലിൽ നിന്ന് സൺറൈസ് കാണുന്ന ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ എടുത്തിട്ട് ഓ സീൻ തന്നെ. മാസിക്കേ ഓ ഭയങ്കരം തന്നെ. ബൈ ദ വേ, നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത് വട്ടക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വട്ടക്കനാൽ വന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയതാണ്. ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. എന്നും ഇത് തന്നെ, എന്നും നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ഇന്ന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ ഇറങ്ങി വന്നത് വൻ ടാസ്ക് ആയിരുന്നു. ഭയങ്കര നാരോ റോഡ്സ് ആണ്. ഒരു വണ്ടിക്ക് പോകാൻ പറ്റൂ. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്ഥലത്തും ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റൂ. ഒരു സൈഡിൽ പണ്ടാര കുഴിയുമാണ്. കുറച്ച് ടൈം കഴിയുമ്പോഴേക്ക് കണ്ടമാനം വണ്ടികൾ വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മേപ്പോട്ട് പോകൽ ചടങ്ങാവും. സോ നമ്മൾ മാക്സിമം നേരത്തെ പറ്റുന്ന പോലെ ഇറങ്ങിയിട്ടുണ്ട്. വേഗം കയറി പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാരോ റോഡിന്റെ മാത്രമല്ല, ഇവിടെ ഫുള്ള് പാർക്ക് ചെയ്തിട്ടേക്കുക. രണ്ട് സൈഡിലും അവിടെ ഇവിടെ എല്ലായിട്ട് ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടേക്കുക. അതും ഒരു വിഷയമാണ്. വണ്ടി ഒന്നും ഇറക്കി വിടാതെ പാർക്ക് പണ്ണ അനുവദിക്കൂടാது. അപ്രൂവ് பண்ண മാட்டேன். പെർമിറ്റ് കൊടുക്കാതെ ചെറിയൊരു ഗ്രൗണ്ട് കാണാൻ ക്രിയേറ്റ് ചെയ്യുക. അങ്ങോട്ട് താഴോട്ട് സർവീസ് കൊടുക്കുക. ബസ് സർവീസോ വാനോ. മറ്റേ ചെറിയ ബസ്സില്ലേ ഇപ്പൊ പോയെ, അതിട്ട് എടാ ഇവിടെ ശരിക്കും ആ ചെറിയ ബസ് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ ആൾക്കാർ പാർക്ക് ചെയ്തേക്കുന്നതാണ് വിഷയം. അക്കോമഡേഷന്റെ ആൾക്കാർക്ക് വാനുകള് സെറ്റ് ആക്കുക. ചില സമയത്ത് മറ്റേ വട്ടവടയൊക്കെ അങ്ങനെയാ. ചില അക്കോമഡേഷന്റെ ആൾക്കാർ വാനുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, വാൻ, ചെറിയ വാൻ. അപ്പൊ അവര് വന്ന് പിക്ക് ചെയ്ത് പൊക്കോളും. ഗൈസ്, അപ്പോ ഇതാണ് നമ്മുടെ സ്റ്റേയുടെ ഓണർ നമുക്ക് അയച്ചു തന്ന സാധനങ്ങൾ, എവിടെയൊക്കെ പോകണമെന്നൊക്കെ ഉള്ളത്. നമ്മൾ കമ്പാരിറ്റീവ്ലി നേരത്തെ ഇറങ്ങി. എന്തായാലും അതാണ് ഗൈസ് സൂയിസൈഡ് പോയിന്റിലേക്കുള്ള എൻട്രി. നമ്മളിപ്പോൾ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവാണ്. സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടുത്തെ കടയൊക്കെ തുറന്നേക്കാണെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ? നടക്കുമ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ ഭയങ്കര രസമായിരുന്നു. ഇതാണ് സൂയിസൈഡ് പോയിന്റ് അല്ലേ? അതാ ഇത്ര സ്പേസേ ഉള്ളൂ. അവിടെ തൊട്ട് ഇവിടം വരെ. ഞാൻ കരുതി ഇത് സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ച് വാലി പോലെ ഇങ്ങനെ കുറച്ച് നീളത്തിന് ഇങ്ങനെ. നീ ഇവിടെ വന്നിട്ടുണ്ടോ? നന്ദി ഹിൽസ്. നന്ദി ഹിൽസ് വന്നിട്ടുള്ളത് മനസ്സിലാവും. നന്ദി ഹിൽസിലെ പോലെ ഇങ്ങനെ ഐ തോട്ട് കുറച്ചധികം സ്ഥലം ഏരിയ കാണുമെന്ന് ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. പക്ഷെ താഴോട്ടുള്ള ആ ഒരു വ്യൂ, കുഴിയിലോട്ടുള്ള വ്യൂ നല്ല രസമുണ്ട്. അതെ I got bestie. ഓക്കെ ഗൈസ്, സോ നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് 9 മണിയാകുമ്പോഴേ തുറക്കൂ. 9 മണിക്ക് ആ ചെക്ക് പോസ്റ്റ് തുറക്കൂ. സോ ആ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന ഗ്യാപ്പിലാണ് നമ്മൾ പോയി സൂയിസൈഡ് പോയിന്റും കണ്ട് ചായയൊക്കെ കുടിച്ച് മാഗിയൊക്കെ കഴിച്ച് വന്നത്. ആൻഡ് ദെൻ അവിടുന്ന് ചെക്ക് പോസ്റ്റ് തുറന്നപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ മാഗിയൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റ് തുറന്നു. ചെക്ക് പോസ്റ്റ് തുറന്ന് വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് അപ്പുറത്തായിട്ട് നമുക്കൊരു ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഫീസ് കൊടുക്കാനുണ്ട്. ബൈക്കിന് എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു കാറിന് 50 രൂപ ആൻഡ് പെർ പേഴ്സൺ 30 റുപ്പീസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 170 റുപ്പീസ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് എടാ പില്ലർ റോക്ക് അല്ലേടാ? നേരെ ഇറങ്ങി വരുന്നത് പില്ലർ റോക്കിലേക്കാണ്. പില്ലർ റോക്ക് കാണിച്ചു തരാം ഗൈസ്. ആ ഒറ്റയ്ക്ക് തൂണ് പോലെ നിൽക്കുന്ന റോക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ പില്ലർ റോക്ക് എന്ന് പറഞ്ഞതെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുന്നു. അതെ, അങ്ങനെയായിരിക്കും. അവിടെ എന്തോ പാർക്ക് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. ഈ പാലം കയറി നമുക്കവിടെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നിരിക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക.
പക്ഷേ അവിടെ നല്ല രസമുണ്ടായിരുന്നു, ഒരു വാലി സെറ്റപ്പിൽ പൂവും ചില മരങ്ങളുണ്ട്, അവിടെ നല്ല പൂവൊക്കെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു. പക്ഷേ പോകാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു അവിടെ പോകാൻ പറ്റുമെന്ന്. അവിടെ പോകാനെങ്കിൽ നല്ല വൈബായനെ. ഗൈസ് ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പില്ലർ റോക്ക് കഴിഞ്ഞ് കുറച്ചും കൊണ്ടുവരുമ്പോൾ തന്നെ ഗുണ കേവ് ഉണ്ട്. ഗുണ കേവിൻ്റെ ഇവിടെ താഴെയായിട്ട് വിശാലമായ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഇടാതെ കുറേ എല്ലാവരും റോഡിൽ കൊണ്ടിട്ടിട്ടുണ്ട് അവിടെ എല്ലാം. പക്ഷേ നമ്മൾ അവിടെ പോയി നമ്മൾ വിചാരിച്ചു ഇവിടെ അല്ല ഗുണ കേവ് കുറേ പോകാനുണ്ടെന്ന് വിചാരിച്ച് കയറി ചെന്നപ്പോഴാണ് അവിടെ ഗുണ കേവ് കണ്ടത്. പിന്നെ നമ്മൾ തിരിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്, നല്ല സ്ഥലമുണ്ട്. ഈ സെറ്റപ്പ് എല്ലായിടത്തും ഇല്ല. എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു, കുറേയൊക്കെ ബ്ലോഗൊക്കെ ഒഴിവായി കിട്ടിയാനെ. ശ്വാസം മുട്ടുന്നു ഗൈസ്. അതെ ഇല്ല അയ്യ തടിയായി. തടിയനായി ഓ പെരുസാ വയറിറുക്ക് പെരുസാ എല്ലാമേ ഇറുക്ക്. തടിയനായി ഗൈസ്, അങ്ങനെ വയ്യാണ്ടായി. ഇതിപ്പോൾ ആൾക്കാരെല്ലാം വരുന്നേ ഉള്ളോ അതോ ഇവിടെ മൊത്തത്തിൽ ഇത്ര നേരമൊക്കെ കാണാറുള്ളൂ? എന്തായാലും നല്ലൊരു സമാധാനം ഫീലുണ്ട്. ഒരു മിനിറ്റ്, ആൾക്കാർ ബഹളമല്ലേ ആ കേൾക്കുന്നേ? അശരീരി കേൾക്കുന്നു ഗൈസ്. എല്ലാവരും വന്ന് സുഭാഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അവിടെ. നമുക്ക് സുഭാഷിനെ വിളിക്കണ്ടേ ഗൈസ്? അവിടെ ഒരു സാധനമുണ്ട്, അത് പോയി കാണാം. അയ്യോ എന്താ അവിടെ ഒരു കുഴി മൂടിയിട്ടുണ്ട്, അത് പോയി കാണാം. ഇതിനൊരു അന്ത്യമില്ലല്ലോ. ഓ ഇത് കാട് കയറി ഗൈസ്. ഇതും അങ്ങ് താഴെ കാണും. ഇത് നോക്ക്, ഇത് നോർമൽ കാട് പിടിച്ചിറങ്ങുന്ന സ്ഥലം പോലെ. ഇതാ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ അറിയാനുള്ള കയറി ഇങ്ങനെ നടന്നു പോയാൽ അങ്ങ് പോകും. ഫുള്ള് കാട് പിടിച്ച് മുമ്പോ മോനെ. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. കാട് നോക്ക്, ഈ കുഴി എങ്ങോട്ടാണോ എന്തോ. ഇവിടെ കോട കാരണം കുറേയൊക്കെ വ്യൂ ഇല്ല. സ്റ്റിൽ നൈസ്. കണ്ടിട്ട് ഇവിടെ നോക്കിയിട്ട് തന്നെ പേടിയാവുന്നു. സീൻ ഗൈസ്. ഇവിടെ മൊത്തം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് അതെ, ഫുള്ള് ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് സംഭവം. അതെ, നമ്മളും കുറച്ച് എന്താണ് തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മൾ വിചാരിച്ച് ഇവിടെ കാണാനൊന്നും ഇല്ല. ഇവന്മാർ ഇവിടെ ഗുണാക്കേവിൻ്റെ ബോർഡും ഒന്നും വെച്ചിട്ടില്ല. അവിടെ കുറേ തുറസ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടില്ല ഗുണാക്കേവ് അപ്പുറത്താണ്, ഇവിടെ ഗുണാക്കേവ് പാർക്കിംഗ് ആണെന്ന് എഴുതി വെച്ചിട്ടില്ല. നമ്മൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇവിടെ എന്തിന് ഇത്ര വലിയ പാർക്കിംഗ് സ്പേസ് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വളവ് തിരിഞ്ഞ് കയറി വന്നപ്പോഴാണ് ഗുണാക്കേവ് കാണുന്നത്. നമ്മൾ വന്നപ്പോൾ വണ്ടികളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ തിരിച്ച് പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ പറ്റി. ഇത് ഈ വണ്ടി വലിയ വണ്ടിയെല്ലാം വന്നിട്ട് എങ്ങനെ തിരിച്ച് കൊണ്ടുപോകാനാ? അപ്പൊ ഇവരെല്ലാം എന്ത് ചെയ്യും? ഇവിടെ അങ്ങപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് വൺ വേ ആണ്. അല്ല, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. എന്തോട്ടെ കുരങ്ങ ബാഗിന്റെ മണ്ടയ്ക്ക് കയറി മോഷ്ടിക്കുന്നത്, തുറന്നെല്ലാം മോഷ്ടിക്കുന്നത്. അടി അടി അടി. അപ്പൊ അതാണ് വിഷയം. 2 ബോർഡ് വെച്ചാൽ തീരാവുന്ന കുറെ ഇത്രയും പ്രശ്നമാവൂല. ഇപ്പൊ 2 ബോർഡ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബ്ലോഗ് കാണുന്നവർ വിചാരിക്കും ഉമ്മാർ ഇവിടെ പോവുകയും ചെയ്യും, ഫുള്ള് കുറ്റവും പറയുമെന്ന്. ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു സജഷനാണ്. ആ സംഭവം സ്ഥലമൊക്കെ സൂപ്പറാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, ആസ്വദിച്ച് പോകാം. പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് 2 ബോർഡ് വെച്ചാൽ ആ പ്രശ്നം തീരും. അച്ചൂട്ടനെ ഭീഷണിപ്പെടുത്തി കുരങ്ങൻ കടിച്ചാ? ഇതേ കാണിച്ചേ. അച്ചൂട്ടനെ കാലി കയറി പിടിച്ച് ഗൈസ്. ഇല്ല കടിച്ചില്ല. വാവളിച്ച് വന്നത് കടിക്കാൻ. ബ്ലഡി കുരങ്ങൻ കൊണ്ടുപോയി നമ്മുടെ ഒരു കൊണ്ടുപോയി ഗൈസ്. പൈൻ ഫോറസ്റ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഡ്യൂ ടു ദ എഫേർട്സ് പുട്ട് ഇൻ ബൈ മിസ്റ്റർ ബ്രാൻഡ്. അങ്ങനെയല്ല വായിക്കുക. ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസർ ആസ് ഹി വാസ് ദ വൺ ഹൂ റേസ്ഡ് ദ 15 വേരിയൻസ് ഓഫ് പൈൻ. ഇപ്പോൾ പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇവിടെ 15 വേരിയന്റ് പൈൻ നട്ട് വളർത്തിയത്. 10 വർഷ കാലയളവിൽ നട്ട് വളർത്തി അതിപ്പോൾ വലിയ ഫോറസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് പക്ഷേ ഇതിന്റെ ഉദ്ദേശം ടിമ്പർ ആവശ്യങ്ങൾ, റെയിൽവേയുടെ ഇത് ഉണ്ടാക്കാനും പണ്ട് ഇവിടെ ഡെവലപ്മെന്റ് പർപ്പസസിന് വേണ്ടി റിസോഴ്സസ് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ടിമ്പർ എന്ന ഉദ്ദേശത്തോടെ റിസോഴ്സസിന് വേണ്ടിയാണെങ്കിലും പുള്ളിക്കാരൻ വെച്ചുപിടിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ഇന്നിത്
എൻജോയ് ചെയ്യാൻ പറ്റുന്നു. യാ നല്ല സ്ഥലമല്ലേ, അതാ നോക്ക് എന്ത് രസമാണ്, നല്ല സമാധാനമുള്ള സ്ഥലം. ഫുള്ള് കോട ഇറങ്ങി ഗൈസ്, അടിച്ച് വരുന്നുണ്ട് കോട. ഇത് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ കയറി നോക്കട്ടെ. ഇതാ അവിടെ വലിയ കൊക്ക. Moir Point was earlier known as 4 Mile Road, named after Sir Thomas Moir, who constructed the Goshen Road in 1929. This place offers amazing view of valleys. പക്ഷെ വാലി ഫുള്ള് കോട കയറി കിടക്കുക. അധികം കണ്ടില്ല, കുറച്ചേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ, അതെങ്ങനെയാ? അച്ചൂട്ടനും ഷിജിനും പോയിട്ടുണ്ട് ചോദിക്കാൻ, അത് എങ്ങനെയാണ് അങ്ങോട്ട്, ഹൗ വി ക്യാൻ ഗോ ഓവർ ദെയർ എന്ന് ചോദിക്കുന്നുണ്ട്. കാട്ട് വഴിയാണ് ഗൈസ്. சைலண்ட் வேலி வியூ பாயிண்ட் இருக்கு. அதில் என்ன இருக்குன்னா ஒரு இப்போ தொப்பி தூக்கி போட்டுச்சுன்னு வச்சுக்கோங்க, ஆட்டோமேட்டிக்காக அது மேலே வரும் தொப்பி. Due to the forces, the deep forces, the wind, due to the wind வந்து இப்படி அடிக்கிறதுனால என்ன ஆகும்னா, நீங்கள் எந்த பொருள் லைட் வெயிட் பொருளெல்லாம் கீழே தூக்கி போட்டுச்சுன்னா അത് அப்படியே മേലെ തൂക്കിയിട്ട് വന്നിരും. അത് തൊപ്പി തൂക്കി പാറയെന്ന് சொல்லுவாங்க. ഈ സ്ഥലങ്ങളെല്ലാം അവിടെ ഉള്ളത്, ഇതെല്ലാം ഓരോ വ്യൂ പോയിന്റാണ്. അപ്പോൾ അവിടെ ആ വഴി പോകാൻ എല്ലാവർക്കും പെർമിഷൻ കിട്ടൂല. അങ്ങോട്ട് പോകാൻ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് സാധാ വണ്ടികൾക്കൊന്നും കിട്ടൂല. ലോക്കൽ ടാക്സികൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസേഴ്സ്, ഗവൺമെൻറ് വെഹിക്കിൾസ്, അവർക്കൊക്കെ ഫോറസ്റ്റ് ഓഫീസേഴ്സിനൊക്കെ പോകാൻ പറ്റും. അല്ലാതെ നമുക്ക് സാധാ വണ്ടികൊണ്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവരുടെ തന്നെ ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു പുള്ളി. ഒരു 20 പേരെ വെച്ച് 1 hour ഇടവിട്ട് 20 പേരെ വെച്ച് കൊണ്ടുവന്ന ബസ് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എടാ പയ്യെ പോടാ, എടാ ഒത്തിരി സ്പീഡ് നടന്നുകൂടാ, ഹാർട്ട് ബീറ്റ് ഓവറാവും. ഗൈസ് ഇവിടെയാണ് നമ്മുടെ ഷീപ്പ് ഫാം, നമ്മുടെ അല്ല, നമ്മൾ കാണാൻ വന്ന ഷീപ്പ് ഫാം. റെസ്റ്റ് എടുക്കുവാടാ, നല്ല രസമുണ്ടല്ലേ ഇരുന്ന് ഉറങ്ങുന്നതാണ്. നോക്ക് ഇവിടെ എല്ലാം ഷെഡുണ്ട്, പക്ഷേ ആടില്ല. ബെനിഫിറ്റ്സ് ഓഫ് റാബിറ്റ് മീറ്റ് വായിക്കാം. മുയലിറച്ചി എങ്ങനെ ആരോഗ്യപ്രദമാക്കാം. സേഫ് ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതെ, എനിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എന്ത് ഇറച്ചി കിട്ടാലും തിന്നും. പാമ്പോ അരണയോ ഓന്തോ എന്ത് വേണമെങ്കിലും തിന്നാം. വൈറ്റ് മീറ്റ് വിത്ത് നോ റിലീജിയസ് സ്റ്റിഗ്മ. ലെസ് ഫാറ്റ് റിച്ച് ഇൻ ഹാർട്ട് ഹെൽത്തി PUFA and phospholipids. Less cholesterol and rich in calcium and phosphorus. Low sodium content, suitable for heart patients. Protein with high biological value, 98.9. ഇവിടെ ഓവർ ക്രൗഡൊന്നും ഇല്ല, നല്ല സമാധാനമുള്ള ഏരിയ. ആടൊക്കെ ഭയങ്കര ക്യൂട്ട്, ആടും മുയലൊക്കെ. നിന്നെ പോലെ ആട് താടിയൊക്കെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഷിജിൻ ആ ചേട്ടനോട് ചോദിച്ചു, ആട് വെയിലുള്ളപ്പോൾ എന്ത് ചെയ്യാം? അപ്പൊ ചേട്ടൻ പറഞ്ഞ് ആടിന്റെ രോമം എല്ലാം വടിച്ചിട്ട് വേനൽക്കാലത്ത് വെറുതെ പുല്ല് തിന്നാൻ വിടും. അപ്പൊ ആടിങ്ങനെ അവിടെ മരമൊക്കെ ഉണ്ട്, മരത്തിനെ മൂട്ടിൽ പോയി കിടക്കും. എന്നിട്ട് വെയിൽ താഴുമ്പോൾ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ തിരിച്ചു പോകും. ഗൈസ് വർണ്ണയുടെ ഈ ചുവന്ന ഉടുപ്പിന്റെ സൗന്ദര്യം കണ്ട ആ കടയിലെ ഒക്കെ ആണെങ്കിൽ ഷിജിന്റെ മേത്ത് വെള്ളം കോരി ഒഴിച്ച് വർണ്ണയുടെ ഈ കൊടൈക്കനാൽ ആരും ഇടാത്ത പോലത്തെ ഡ്രസ്സ് ഇവിടെ നമ്മൾ ഇന്ന് പോയെടുത്ത് ഇതുപോലെ കത്ത് നിൽക്കുന്ന ഡ്രസ്സ് ആരും ഇട്ട് കണ്ടിട്ടില്ല. എവിടെ പോയാലും ഇങ്ങനെ തിളങ്ങി നല്ല രസമുണ്ട്. ആ രസമുള്ളതുകൊണ്ടാണ് അമ്മൂമ്മ നോക്കി ഇങ്ങനെ, അമ്മൂമ്മ ഇങ്ങനെ അമ്മൂമ്മ ഇങ്ങനെ കണ്ടിട്ട് ദേവത, ഇതായൊരു ദേവത ഇറങ്ങി വന്നു. അല്ല, കാവിലെ ഭഗവാൻ ചുവന്ന ഡ്രസ്സില്. അമ്മൂമ്മയുടെ ഫോക്കസ് മൊത്തം ഇവളുടെ മണ്ടയ്ക്ക്. അമ്മൂമ്മ ആ സൗന്ദര്യമൊക്കെ കണ്ട് മതിമറന്ന് നിന്ന് മാഗി കഴിയ വെള്ളം, തിളച്ച വെള്ളം എടുത്ത് ഒറ്റയേറ്, ഇങ്ങോട്ട് തെക്കോട്ട് നോക്കി ഒറ്റയേറ്, മൊത്തം ഷിജിന്റെ മണ്ടയ്ക്ക്. നന്ദിയുണ്ട്. ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് സ്പെഷ്യലാ. പിന്നെ കൊടും തണുപ്പായതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞില്ല. അമ്മൂമ്മ ഫുള്ള് വിറച്ചു പോയി കേട്ടോ. തലയിലെ കൈ വെച്ച് അമ്മയെ തീർന്നു, ഫുള്ള് വിറച്ചു പോയി. വല്യമ്മ ശരിക്കും നല്ലപോലെ പേടിച്ച് ഇറങ്ങി ഓടിയൊക്കെ വന്ന്. പിന്നെ കുറച്ച് സംസാരിച്ചപ്പോഴാണ് തിളച്ചുള്ളതെന്ന് മനസ്സിലായി. ചൂടുണ്ടായിരുന്നു, ചൂടില്ലായിരുന്നു.